നമുക്കിനി സന്തോഷമുള്ളൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. പ്രേക്ഷകർക്കും താല്പര്യമാകുമെന്ന് എനിക്കറിയാം. 24-ൻ്റെ വാർത്തയിൽ ആലപ്പുഴയിലെ ഒരു നിർധന കുടുംബത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ആ കുടുംബത്തിന് ഇപ്പോൾ വീട് ഒരുങ്ങിക്കഴിഞ്ഞു. സ്വന്തമായി കിടപ്പാടമില്ലാത്ത രോഗപീഠകളാൽ വലയുന്ന വിധവയായ യുവതിക്കും 2 മക്കൾക്കും വേണ്ടിയാണ് വീട് ഇപ്പോൾ റെഡിയായിരിക്കുന്നത്. അധ്യാപകനും മലങ്കര ഓർത്തഡോക്സ് സഭാ വൈദികനുമായ ഡോക്ടർ റിഞ്ചു പി കോശിയാണ് മുളക്കുഴയിൽ സ്ഥലം ലഭ്യമാക്കിയതും വീട് വെച്ച് നൽകിയതും. അല്പസമയത്തിനകം 24 അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ കൃഷ്ണ ചെറിയാൻ താക്കോൽ ഏറ്റുവാങ്ങുകയാണ്. താങ്ക് യു ഫാദർ. എന്തായാലും വളരെ സന്തോഷമുള്ള കാര്യം. ശ്രീജിത്ത് ശ്രീകുമാരൻ മുളക്കുഴയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞോ? വെരി ഗുഡ് മോർണിംഗ് എസ്കയൻ. കാര്യങ്ങളെല്ലാം റെഡിയായി കഴിഞ്ഞു. നമ്മുടെ ക്രിസ്റ്റീന ചെറിയാൻ അടക്കമുള്ള വിശിഷ്ടാതികൾ, റിജു പി കോശി അടക്കമുള്ള വിശിഷ്ട അതിഥികളെല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ചേച്ചി, എന്ത് തോന്നുന്നു ഈ നിമിഷം? ഒരുപാട് സന്തോഷമുണ്ട് ശ്രീത്തെ. കാരണം നമ്മുടെ ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിനാണ് നമ്മൾ പ്രിയയും ഈ 2 കുഞ്ഞുങ്ങളെയും അവരുടെ ഒരു വിഷമമൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ടി വിയിലൂടെ കണ്ട് അച്ഛൻ ശ്രീകണ്ഠൻ സാറിനെ വിളിക്കുന്നു. വളരെ പെട്ടെന്ന് 3 മാസത്തിനുള്ളിൽ ഈ വീട് തയ്യാറാകുന്നു. അതെല്ലാം ഒരു പ്ലാൻ വരച്ചു വെച്ചതുപോലെ തന്നെ. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ മോള് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ പ്രിയ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ കുഞ്ഞു ഹോസ്പിറ്റലാണ്. എനിക്ക് വേറെ ഒരു മുഖവും വന്നില്ല. ഞാൻ അച്ഛൻ്റെ മുഖമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. പെട്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്ന്. അപ്പോൾ അതും വേണ്ട സഹായം ചെയ്തു തന്നു. അപ്പോൾ എനിക്ക് പറയാൻ വാക്കുകൾക്ക് അതീതമായ സന്തോഷമുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവർക്കൊരു വീട് ഒരുങ്ങുന്നു, ഒരു സഹായ ഹസ്തമുണ്ടായി. അപ്പോൾ അച്ഛനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും 24-ൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് നടന്ന ചെറിയ തിരുത്ത് വന്നിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ തന്നെയല്ലേ ഇങ്ങനെ ഒരു ഇത് വന്നത്? അതെ, ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലാണ് പ്രിയ നമുക്ക് അവിടെ വരുന്നു. അപ്പോൾ പ്രിയ സ്റ്റേജിൽ വന്നിട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്റ്റോറി അശ്വിൻ പാലാഴി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് നമ്മുടെ അച്ഛൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അച്ഛനോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളോടും, പ്രിയയുടെയും കുടുംബത്തിൻ്റെയും 24-ൻ്റെയും പേരിലുള്ള സന്തോഷം തോന്നുന്നുണ്ടോ? വളരെയധികം സന്തോഷമായി. തീർച്ചയായും അച്ഛൻ്റെ ഒരു പ്രതികരണം. അച്ഛൻ എന്തായാലും വലിയൊരു കാര്യമാണ്. എത്രാമത്തെ വീടാണ് ഇനി അച്ഛൻ ഈ ഒരു പ്രവർത്തനത്തിൽ സജീവമാണെന്ന് കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു. എത്രാമത്തെ വീടാണ് ഇനി? ദൈവത്തിന് 75-ാമത്തെ വീടാണ് കൊടുക്കുന്നത്. ഇപ്പം ദൈവം അനുഗ്രഹിച്ചാൽ ഈ ആഴ്ച 103 വീടിൻ്റെ കുറ്റി അടിച്ച് കഴിയുവാണ്. പ്രത്യേകിച്ച് 24 ന്യൂസിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു. വലിയ കോയിൻസിഡൻസ് പോലെ ഇവിടെ ഈ 5 സെൻറ്റ് വസ്തു, ചെങ്ങന്നൂര് നിങ്ങൾ വന്ന് കണ്ടാൽ മതി, നല്ല ലൊക്കേഷനിലാണ് 5 സെൻറ്റ് വസ്തു. 60 ദിവസം കൊണ്ട് വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. വളരെ സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. എല്ലാവിധമായ സൗകര്യം, കട്ടിലും കസേരയും ഒക്കെ ക്രിസ്ത്യന് കയറി കണ്ടതാണ്. കട്ടിലും കസേരയും മേശയും ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും സഹിതമാണ് നമ്മളിപ്പോഴത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീകണ്ഠൻ ചേട്ടനോടായാലും ക്രിസ്ത്യനയുടെ ആ വാക്കുകളായിരുന്നാലും വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ വന്നത്. ഒരു ആൻറ്റി കൊടുത്ത വസ്തുവാണ്, ഒരു ദുബായിലുള്ള ഒരാൾ കൊടുത്തതാണ് ഈ വീട് പണിയാനുള്ള പൈസയെല്ലാം. വലിയ സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നത്. ഇടനിലക്കാരനായി അച്ഛനും അങ്ങനെയും പറയാം. തീർച്ചയായും നമുക്ക് ആ താക്കോൽ കൈമാറുന്ന ഒരു ചടങ്ങ് കൂടി നിർവഹിക്കുകയാണ്. നമുക്ക് ആ ചടങ്ങിലേക്ക് കിടക്കാം. ഇതാണ് താക്കോല്. ഇത് ഞാൻ ശ്രീകണ്ഠൻ ചേട്ടൻ കൈ കൊടുക്കുക. അതെ, ശ്രീകണ്ഠൻ സാറിന് വേണ്ടി കൃഷ്ണ ചെറിയൻ ഏറ്റുവാങ്ങുന്നു. അത് ഇനി അപ്പുറത്തോട്ട് കൈമാറാം. തീർച്ചയായും എല്ലാവരും സന്തോഷത്തോടെ കയറി കയ്യൊക്കെ അടിക്കാം. തീർച്ചയായും അത് തുറന്ന് അവർ അകത്തേക്ക് കയറുകയാണ്. അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. കാരണം വലിയ രോഗപീഠകളാൽ വലയുന്ന ആളുകളായിരുന്നു. നമ്മുടെ ജില്ലാ സമ്മേളനത്തിൽ വെച്ച്, ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ ഇവരെ ഒരു വിഷമം കണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ ഒരു ഉറപ്പ് നൽകിയിരുന്നു, എന്തായാലും നമുക്ക് ആ ഒരു വീട് നൽകാനായി. വലിയ സന്തോഷത്തോടു കൂടി അവർ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ +2 എത്തേണ്ടതായിരുന്നു മകൾ. പക്ഷേ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം പോലും ബിലീവേഴ്സ് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. എന്തായാലും അകത്തേക്ക് അവർ പ്രവേശിച്ചിരിക്കുന്നു. സന്തോഷമുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് കയറിക്കോളൂ. അപ്പോൾ വലിയ സന്തോഷത്തോടു കൂടി അവർ ആ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അച്ഛനും അതുപോലെ തന്നെ ക്രിസ്റ്റീന ചെറിയാനും അടക്കമുള്ള മുഴുവൻ ആളുകളും ഇവിടേക്കുണ്ട്. ഇതാണ് ആ വീടിനകം, ഉൾവശം ഇതാണ്. എന്തായാലും ചേച്ചി, വീടായി കഴിഞ്ഞു അല്ലേ? സന്തോഷം തോന്നുന്നുണ്ട്? വളരെയധികം സന്തോഷം. മോളെ എന്ത് പറയുന്നു മോളെ? സന്തോഷം. ഇനി സുഖമായിട്ട് കഴിയാം അല്ലേ? മോൻ്റെ പേരെന്തായിരുന്നു? ശിവ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ഇനി ഉഷാറാവില്ലേ? അതാണ് അവർക്ക് പറയാനുള്ളത്. എല്ലാവരും ഉണ്ട്. വളരെ സന്തോഷത്തോടു കൂടി വീടിനകത്തേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഇനി പാല് കാച്ചണം. പാല് കാച്ചി കഴിഞ്ഞ് ചെറിയൊരു ഭക്ഷണത്തോടു കൂടി, രാവിലെ ഒരു പ്രഭാത ഭക്ഷണത്തോടു കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയും. SK പറഞ്ഞോ, എന്തോ മോന് പറയാനുണ്ട്? ഇനി എൻ്റെ അമ്മയും മകളെ ആരും വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ലല്ലോ, ആകാശം പറഞ്ഞിട്ട് വന്നു.
അതാണ് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിക്കോട്ടെ. അതാണ് പറയുന്നത്, ഇനി എൻ്റെ അമ്മയും പെങ്ങളെയും ആരും തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ലല്ലോ എന്നാണ് ചോദിച്ചത്. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ആ മോന കാര്യം പറഞ്ഞത്. എന്തായാലും സ്കെയിൻ വളരെ സന്തോഷമുണ്ട്, വളരെ ആത്മാഭിമാനമുണ്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത്. ഇവർ ഇനിയും നമ്മുടെ ഫാദർ ഡോക്ടർ റിഞ്ചു പി കോശി അദ്ദേഹത്തിന് ഒരു നന്ദി പറഞ്ഞേക്ക്. അദ്ദേഹം എന്നോട് പലപ്പോഴും ഫോണിൽ സംസാരിച്ചു, ഞാൻ തന്നെ വരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എനിക്ക് സമയപരിമിതി ഉണ്ടായതുകൊണ്ടാണ്. എന്തായാലും കൃഷ്ണ ചെറിയാൻ അവിടെ വന്ന് താക്കോലൊക്കെ ഏറ്റുവാങ്ങി. അപ്പോൾ വീട് ലഭിച്ച ആ അമ്മയോടും സന്തോഷം പങ്കിട്ടേക്കുക. ഫാദറിനൊരു പ്രത്യേക നന്ദി. നല്ല മനസ്സിന് എപ്പോഴും 24 കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞേക്കുക. താങ്ക് യു ഫാദർ. പ്രിയയും മക്കളും ഇനി നല്ല സുരക്ഷിതമായ അടച്ചുറപ്പുള്ള ഈ നല്ല വീട്ടിൽ താമസിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും. എന്തായാലും കാരുണ്യബോധമുള്ള ഒരു മനുഷ്യനാണ് ഈ ഡോക്ടർ റിഞ്ചു പി കോശി എന്ന ഫാദർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മുളക്കുഴയിൽ അത്യാവശ്യം നല്ലൊരു വീടാണ് ലഭ്യമാക്കി കൊടുത്തിരിക്കുന്നത്. അത് ഒരു നല്ല കാര്യം. ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനത്തിൽ വെച്ചാണ് കൃഷ്ണ ചെറിയാനോട് ഈ കാര്യം, ഈ വീടില്ലാത്ത കാര്യം പറഞ്ഞത്. കാരണം പലപ്പോഴും വാടക വീട്ടിൽ താമസിക്കുമ്പോൾ വാടകക്കാരന് സൂഹിക്കാതെ വന്നാൽ ആ സമയത്ത് നമ്മൾ ഇറക്കി വിടില്ലേ. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക അതൊരു വലിയ കാര്യമാണ്.